ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് മേക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് വീടുകളിൽ ഗ്രോ ബാഗുകളിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാന കാര്യം എന്ന് വെച്ചാൽ സ്ഥലത്തിൻ്റെ ലഭ്യതക്കുറവും അതുപോലെ തന്നെ കൃഷിക്ക് ആവശ്യമായ നല്ല മണ്ണിൻ്റെ ലഭ്യതക്കുറവാണ്. എനിക്കിവിടെ മണ്ണിൻ്റെ പ്രശ്നം ധാരാളമായിട്ടുണ്ട്. കൃഷി ചെയ്യുന്നതിനകത്ത് പുറത്തുനിന്ന് മണ്ണ് മേടിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പലരും അതുപോലെ പുറത്തുനിന്ന് മണ്ണ് മേടിക്കുകയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ നഴ്സറികളിൽ നിന്ന് ഗ്രോ ബാഗുകൾ നിറച്ച് മേടിക്കാറുണ്ട്. അപ്പോൾ നമുക്കറിയാം നല്ല അതിൻ്റെ ഒരു ഭാരം എന്ന് പറയുന്നത് വെച്ചാൽ അതിനകത്ത് നല്ല രീതിയിൽ മണ്ണ് അവർ നിറച്ച് തൈകൾ വെച്ചാണ് നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്കത് എടുത്ത് പൊക്കാനും വെക്കാനും കൈകാര്യം ചെയ്യാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഈ സ്ഥല ലഭ്യതക്കുറവുള്ളവരാണെങ്കിൽ വീടിൻ്റെ ടെറസിൽ കൃഷി ചെയ്യുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറയുമ്പോൾ ഇത് ടെറസിലോട്ട് കൊണ്ടുപോവുകയും അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റുകയും പിന്നെ വീടിന് തന്നെ ഭാരം കുറഞ്ഞ രീതിയിൽ നമ്മൾ ടെറസിൽ വെക്കാനാണ് മാക്സിമം ശ്രദ്ധിക്കാറുള്ളത്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ മണ്ണിൻ്റെ അളവ് കുറഞ്ഞ രീതിയിൽ എന്ന് വെച്ചാൽ മണ്ണില്ലാത്ത കൃഷി രീതിയല്ല, മണ്ണിൻ്റെ അളവ് കുറച്ചിട്ട് എന്നാൽ ഗുണമേന്മയേറുന്ന രീതിയിൽ എങ്ങനെ നല്ല രീതിയിൽ ഒരു ഗ്രോ ബാഗ് തയ്യാറാക്കി എടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതിന് മുന്നേ ഇങ്ങനെ ഒരു മാസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ തക്കാളി കൃഷി ചെയ്യുന്നതിനെ പറ്റിയിട്ട് മണ്ണ് കുറച്ച് നമ്മൾ തക്കാളി കൃഷി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ കുറേ ഗ്രോ ബാഗുകൾ മണ്ണ് കുറച്ച് അളവിലെടുത്തിട്ട് കൂടുതലും കരിയില നിറച്ചിട്ടായിരുന്നു ഞാനത് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് നല്ല സക്സസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു ഗ്രോ ബാഗിൽ ഇതുപോലെ തന്നെ മണ്ണ് നിറച്ച് കരിയില നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് തൈകളൊന്നും നട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ഒന്ന് ടെസ്റ്റിന് വേണ്ടി മാറ്റി വെച്ചിരുന്നതാണ്. അത് കറക്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എപ്പോഴെങ്കിലും അത് ഇപ്പം ചെടി നിൽക്കുന്നതാകുമ്പോൾ നിങ്ങൾക്കത് മാറ്റി കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ ചെടി ഇല്ലാതിരിക്കുന്നവരിതാകുമ്പോൾ നിങ്ങൾക്ക് അത് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് ആദ്യം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ അത് മണ്ണ് എങ്ങനെ ആയിട്ടുണ്ട് എന്ന് മണ്ണ് കരിയിലല്ലേ കൂടുതൽ, അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതിന് ശേഷം നമുക്ക് ഗ്രോ ബാഗുകളിൽ മറ്റ് കൃഷി ചെയ്യുന്ന രീതി കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടില്ലേ, അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും ഇതിനകത്ത് നല്ല 3/4 ഭാഗവും മണ്ണാണ് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ 3/4 ഭാഗം കരിയിലായിരുന്നെങ്കിൽ ഇപ്പം 3/4 ഭാഗം നല്ല മണ്ണായിട്ടുണ്ട്. അതിൻ്റെ കളർ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, നല്ല അടിപൊളി കറുത്ത കളറാണ്, നല്ല വള കൂടുതലുള്ള കളറായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം എന്ന് വെച്ചാൽ നമ്മളിട്ട കരിയിലകൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം കരിയിലകളുടെ അളവ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഭാഗം കൂടിയേ ഉള്ളൂ ഇതുപോലെ കരിയില ആയിട്ടിരിക്കുന്നത്. അതെന്ന് പറയുമ്പോൾ നമ്മൾ അന്നത്തെ വീഡിയോയിൽ പലരും ചോദിച്ചൊരു സംശയമാണ്, തേക്കില ഇതിനകത്ത് യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുന്നേ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതുപോലെ തുറന്ന് നോക്കുന്നില്ലല്ലോ, അവസാനം കൃഷിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ തട്ടുന്നത്. അപ്പോൾ നോക്കുമ്പോൾ തേക്കിലയൊക്കെ ഡീകമ്പോസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ മാറ്റി വെച്ച് ഒരെണ്ണം നോക്കിയതാണ്. അപ്പോൾ നോക്കിയപ്പോൾ തേക്കിലകൾ ഇത്ര മാത്രമേ ഇത് കമ്പോസ്റ്റ് ആയിട്ടുള്ളൂ. 3/4 ഭാഗവും കമ്പോസ്റ്റ് ആയി. ഇനി കുറച്ചൊരു ഭാഗം കൂടി, ഈ കുറച്ചൊരു ഭാഗം കൂടി നല്ലപോലെ പൊടിഞ്ഞ് വരുന്നുണ്ട്. വേണ്ടോ, നല്ലപോലെ പൊടിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് നമ്മുടെ ഈ കൃഷി കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ കമ്പോസ്റ്റ് ചെയ്ത് വളമായിട്ട് വരും. അപ്പോൾ അത് നിങ്ങളെ ആദ്യം കാണിക്കാമെന്ന് വെച്ചപ്പം മണ്ണ് കുറച്ചിട്ട് ഇതുപോലെ വീടുകളുടെ മുറ്റത്തൊക്കെ ഉള്ള കരിയിലകൾ തൂത്തുവാരിയിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാം. അതൊരു സക്സസ്ഫുൾ ആയിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നു മാത്രം. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഞാൻ എൻ്റെ പുതിയ ഗ്രോ ബാഗാണ് കേട്ടോ, ആദ്യമായിട്ട് കൃഷി ചെയ്യുന്ന ഗ്രോ ബാഗാണ്. പുതിയ കവറിനകത്ത് ഞാൻ നമ്മുടെ കരിയില നിറച്ചിട്ടുണ്ട്. കരിയിലെന്ന് വെച്ചാൽ ഇത്തവണ ഞാൻ തേക്കില ഒഴിവാക്കിയിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, തേക്കില കുറച്ച് ഡീകമ്പോസ് ചെയ്ത് വരാനായിട്ട് കുറച്ച് താമസം വരുമെന്ന് നമ്മളിപ്പോൾ കണ്ടു. അതുകൊണ്ട് തന്നെ തേക്കില ഞാൻ ഒഴിവാക്കിയിട്ട് അല്ലാതുള്ള നമ്മുടെ കരിയിലകളെല്ലാം ഞാൻ ഇതുപോലെ തൂത്ത് വാരി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇടുമ്പോൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലുള്ള ചെറിയ കമ്പും കൊളിയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കുക കേട്ടോ. നമ്മുടെ ഗ്രോ ബാഗ് പ്ലാസ്റ്റിക് അല്ലേ, അത് കൊണ്ട് കീറും. നമ്മളിങ്ങനെ ഈ ഇളക്കി എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് തട്ടി കീറാനുള്ള ചാൻസ് ഒരുപാടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പുകളൊക്കെ ഒഴിവാക്കിയിട്ട് മാക്സിമം ഇതുപോലെ പൊടിഞ്ഞു പോകുന്ന രീതിയിലുള്ള കരിയിലകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ 3/4 ഭാഗവും ഇതുപോലെ ഞാൻ കരിയില നിറച്ച് വെച്ചിരിക്കുക കേട്ടോ. വേണ്ട, നല്ല രീതിയിൽ കരിയില നിറച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ഇതിനകത്ത് വേറൊരു കാര്യം ഇടുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ കിച്ചണിൽ എന്തായാലും പച്ചക്കറി വേസ്റ്റ് എല്ലാ ദിവസവും കാണുമല്ലേ. അപ്പോൾ അങ്ങനെ കണ്ടില്ലെങ്കിൽ പോലും ഫ്രൂട്ട്സിൻ്റെ ആയാലും പച്ചക്കറിയുടെ ഒരുപാടില്ലെങ്കിലും ഇപ്പോൾ ഓറഞ്ച് ആയാലും പഴത്തൊലി ആയാലും എല്ലാം കാണും, ഒരുപാട് വേസ്റ്റുകൾ കാണും. അപ്പോൾ ഇത് നമുക്ക് കളക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏറ്റവും നല്ല വളമാണ് കരിയിലയും അതിൻ്റെ കൂടെ പ്ലസ് നമ്മുടെ കിച്ചൺ വേസ്റ്റ്.
പറഞ്ഞിട്ട് ഗ്രോ ബാഗിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ പച്ചക്കറിയുടെയൊക്കെ വേസ്റ്റ് ഇങ്ങനെ ദിവസമുള്ളത് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ചിലർക്ക് അതൊരു ഭംഗിക്കിടാം, മുകളിൽ ഇങ്ങനെ പച്ചക്കറിയുടെ വേസ്റ്റ് കിടക്കുകയും ചെറിയ ഈച്ചയുടെ പ്രശ്നമൊക്കെ വരുമെന്നുള്ളവർക്ക് അത് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം. ഇങ്ങനെ ഗ്രോ ബാഗ് നിറയ്ക്കുന്ന സമയത്ത് നമുക്ക് പച്ചക്കറിയുടെ വേസ്റ്റുകളും ഫ്രൂട്ട്സിൻ്റെയൊക്കെ വേസ്റ്റുകളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ അതേ കുറേ ഞാൻ പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഇനി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പച്ചക്കറി വേസ്റ്റ് പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യാനായിട്ട് നമ്മൾ ചാരം ഉപയോഗിക്കുന്ന ചാരത്തിൻ്റെ നല്ലൊരു ഹെൽപ്പ് അതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ചാരം തൂവി കൊടുക്കാം, അത് പെട്ടെന്നൊന്ന് ഡീകമ്പോസ് ചെയ്ത് വരാനായിട്ടാണ്. അപ്പോൾ കുറച്ച് ചാരം, അതിനകത്ത് കുറച്ച് കരിക്കട്ടയൊന്നും കിടക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഒരുപാടില്ല, അത് കണ്ടോ, കുറച്ചൊരു ചാരം, ഒരുപാടാവരുത് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ വെക്കുന്ന തൈക്ക് ചൂടേൽക്കരുത്. അപ്പോൾ കുറച്ച് മാത്രം ചാരം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിനിത് വെള്ളമൊക്കെ ചെല്ലുന്നതനുസരിച്ച് ഇത് താഴോട്ട് പോയി കഴിഞ്ഞിട്ട് അതങ്ങ് കമ്പോസ്റ്റായി മാറിക്കോളും. ഇനി ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ മണ്ണ് തയ്യാറാക്കുക എന്നാണ്. അപ്പോൾ കുറച്ച് മണ്ണ് മതി. ഇപ്പോൾ നിങ്ങൾക്കറിയാം, 3/4 ഭാഗം അതിൽ കൂടുതലും നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ അതിൽ നിറച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി കുറച്ച് മണ്ണ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മണ്ണിനകത്ത് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ സ്യൂഡോമോണസിൻ്റെ പൊടിയുണ്ട്, സ്യൂഡോമോണസ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് മണ്ണിനകത്ത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയും, വളരെ കുറച്ച് മാത്രം കേട്ടോ. മണ്ണ്, ചാണകപ്പൊടി പ്ലസ് നമ്മുടെ ഈ സ്യൂഡോമോണസ്, ഇത് മൂന്നും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ട് ഒരു ദിവസം ഞാൻ വെച്ചിരുന്ന മണ്ണാണ് കേട്ടോ. ഇതുപോലെ ഞാൻ വെച്ചിരുന്ന മണ്ണാണ്. അപ്പോൾ അത് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഭാഗം ഇട്ട് കൊടുക്കാൻ പോവാം. നമ്മുടെ ഈ വേസ്റ്റൊക്കെ അങ്ങ് കവറപ്പ് ചെയ്യണം കേട്ടോ, മുകളിലേക്ക് കാണണ്ട, അതങ്ങ് അടിയിൽ പോകാത്ത രീതിയിൽ എല്ലായിടവും മണ്ണ് നിറച്ച് കൊടുക്കുക. അപ്പം നമ്മളിങ്ങനെ പച്ചക്കറി വേസ്റ്റൊക്കെ ഇങ്ങനെ കൂട്ടി ശേഖരിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഗുണമേന്മയായിട്ട് ഗ്രോ ബാഗ് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അതേ കുറച്ച് ഭാഗത്തേക്ക് നമ്മൾ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മണ്ണിൻ്റെ അളവ് വളരെ കുറവ്, കരിയില, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ വേസ്റ്റ്. അപ്പോൾ ഇത് ഇത്രയും കൂടി ഇട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഗ്രോ ബാഗാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണമേന്മയെന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്തേക്ക് കമ്പോസ്റ്റ് ആഡ് ചെയ്യേണ്ട. അപ്പോൾ എല്ലാവരും പറയും ഗ്രോ ബാഗൊക്കെ നിറയ്ക്കുമ്പോൾ കുറച്ച് കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നടുന്ന ചെടികൾക്ക് അതേറെ ഗുണമാണെന്ന് പറയും. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഇപ്പോൾ കമ്പോസ്റ്റ് ഒന്നും ഇടേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല കമ്പോസ്റ്റ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നുണ്ട്, ഇതിനകത്ത് ഗ്രോ ബാഗ് തന്നെ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ വെള്ളവും ഇതെല്ലാം ചെയ്യുന്നതനുസരിച്ചിട്ട് അത് നല്ല രീതിയിൽ വളമായി കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ചാരം ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതൊന്ന് കമ്പോസ്റ്റായി കിട്ടാൻ വേണ്ടി മാത്രം, അതും വളരെ കുറച്ച് അളവിൽ ചാരം. അപ്പോൾ ചിലർ ചാരത്തിനൊക്കെ പകരം ചെയ്യുന്നതുണ്ട് തൈര്. അത് നല്ലൊരു, അതിന് നമ്മുടെ ഈ കമ്പോസ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പലരും വീട്ടിൽ ബക്കറ്റ് കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം നമ്മൾ കുറച്ച് തൈര് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചാരം ഇടുമ്പം പിന്നെ തൈരിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ചാരം ഇടാം. അപ്പം ഈ തൈരൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ ഉറുമ്പ് കയറാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചാരം ആകുമ്പോൾ അതിൻ്റെ അത്ര ഒരു പ്രശ്നം വരുന്നില്ല. ഞാൻ ഇതിനകത്തേക്ക് നടാൻ പോകുന്നതെന്ന് വെച്ചാൽ കോളിഫ്ലവറിൻ്റെ തൈകളാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഞാൻ വിത്ത് പാകി മുളപ്പിച്ചെടുത്തതാണ്. ഹൈബ്രിഡ് വിത്താണ് കേട്ടോ പാകിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ എനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന കോളിഫ്ലവറിനകത്ത് നല്ല വിളവ് കിട്ടി. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് വിത്ത് പാകി കോളിഫ്ലവർ കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ആ തൈകളാണ് ഞാൻ ഇതിനകത്തേക്ക് പറിച്ച് നടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പരുവായ തൈകളാണ് കേട്ടോ. 4 പരുവായ സമയത്തൊക്കെയാണ് നമ്മളിത് പറിച്ച് പൊതുവേ നടുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇത് വിത്ത് പാകി കിളിപ്പിച്ചെടുക്കുന്നത്. പൊതുവെ എപ്പോഴും ഞാൻ തൈ മേടിച്ച് നടാറാണ് പതിവ്. ഇതേ ഇതിനകത്തേക്ക് നമുക്കിത് നട്ടു കൊടുക്കാം. ഉണ്ടോ? അപ്പോൾ കോളിഫ്ലവറിൻ്റെ തൈയെന്നല്ല, ഏത് പച്ചക്കറി തൈയായാലും നമുക്ക് ഇതുപോലെ തന്നെ വിത്ത് പാകി കിളിപ്പിച്ചതിന് ശേഷം ഇതുപോലെയൊക്കെ തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് നട്ട് അടിപൊളിയായിട്ട് വീടുകളിൽ ഗ്രോ ബാഗ് സെറ്റ്.
അപ്പം നമ്മളിങ്ങനെ നടുമ്പോഴാണെങ്കിൽ ചില സമയം ഒരു പ്രശ്നം വരാറുണ്ട്, ഉറുമ്പുകൾ. നമ്മളിങ്ങനെ കിച്ചൺ വേസ്റ്റൊക്കെ ഇടുന്ന സമയത്ത് ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, അത് കുറച്ചെടുത്തിട്ട് നമുക്കൊന്ന് തൂക്കി കൊടുത്തേക്കാം. അപ്പോൾ തൂക്കി കൊടുക്കുമ്പോൾ ഞാനിപ്പം ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് മാത്രം. നമ്മളൊന്ന് നനച്ചതിന് ശേഷം, അപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞ് പെട്ടെന്ന് നനയ്ക്കുമ്പോഴത്തേക്ക് മഞ്ഞൾപ്പൊടി അങ്ങ് പോകും. അപ്പം നമ്മളൊന്ന് നനച്ചതിന് ശേഷം മാത്രം നമുക്ക് ഇതുപോലെ മഞ്ഞൾപ്പൊടി ഒന്ന് ജസ്റ്റ്, ഒരുപാട് വേണ്ട, ജസ്റ്റ് ഒന്ന് തൂക്കി കൊടുക്കാം. അപ്പോൾ ഉറുമ്പ് പെട്ടെന്നല്ല, ഉറുമ്പ് നമ്മുടെ ഈ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യില്ല, മണ്ണിലൊന്നും ഉറുമ്പ് കയറില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ ഗ്രോ ബാഗ് വെച്ചിരിക്കുന്ന അത്രയും സ്പേസിലൊക്കെ മഞ്ഞൾപ്പൊടി തൂക്കി കൊടുക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല. ഈ മണ്ണിലോട്ടൊന്ന് തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പ് വരുമ്പം തന്നെ ജീവനും കൊണ്ട് ഓടിക്കോളും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.